ആറ് മനുഷ്യജീവൻ ഒരു ചെറുപ്പക്കാരന്റെ കരങ്ങളാൽ യഥാർത്ഥത്തിൽ പിന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്താണ്. അവനെ കുറിച്ച് അവന്റെ അനുഭവം പറയുന്ന ആളുകൾ അവനെ കുറിച്ച് യാതൊരു കുഴപ്പവും പറയുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവന് ഭ്രാന്താകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ലിബറലിസത്തിന്റെ എല്ലാ മരുന്നും ഇന്ന് മനുഷ്യന് അവൈലബിൾ ആണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സെക്സ്, ഡ്രഗ്സ്, വയലൻസ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. എനിക്ക് ആസ്വദിക്കാം, എനിക്ക് അനുഭവിക്കാം, എനിക്ക് എന്തും ചെയ്യാം എന്നത് തിയറിയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പ്, എന്റെ ശരീരം എന്റെ ചോയ്സ് എന്നുള്ളതാണ്. നമ്മളെന്താ പഠിപ്പിച്ചത്? നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്താ? സിറ്റാബിന്റേതാണ് ശരീരം. ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സിത്താവാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉടമ അള്ളാഹുവാണ്. എനിക്ക് തോന്നിയതുപോലെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഒരു കലാലയത്തിന്റെ കവാടത്തിൽ നഗ്നമായി ആണും പെണ്ണും ഇണചേരുന്ന ഫോട്ടോ ബാനറിൽ തൂക്കിയിട്ട് അടിയിൽ എഴുതി വെച്ചതെന്താ? നിങ്ങൾക്ക് കാണുമ്പോൾ നാണം തോന്നുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾ നാണിക്കുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടായത് എന്ന് കുട്ടികളോട് പറയാൻ, അത് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഉദാര ലൈംഗികതയെ, ഈ ഒരു അർത്ഥത്തിൽ മദ്യത്തെ, നാർക്കോട്ടിക്കിനെ, അതോടൊപ്പം തന്നെ നവനാസ്തികതയെ, മതനിരാസത്തെ എല്ലാ അർത്ഥത്തിലും വളർന്നു വരുന്ന തലമുറയിലേക്ക് മാതൃനാട്ടിൽ മൈദപ്പ സാഹിബിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകൻ ഷഫീഖ് മാഷും ചേർന്ന് വഖഫ് ചെയ്ത ഭൂമിയിലാണ് മൈദപ്പയുടെ പിന്തുണയോടുകൂടി ഈ വിശുദ്ധ ഭവനം ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഇതിന് വിവിധമായ വ്യത്യസ്തമായ പ്രവർത്തന മുഖങ്ങളുണ്ട് എന്നിവിടെ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവന്റെ ഭവനത്തെ തന്നെ പരിചയപ്പെടുത്തുന്നത് മസ്ജിദ് എന്ന പേരിലാണ് എന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തിന് ഒരുപാട് ഉപകാരവും പ്രയോജനവും നൽകുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഹൃദയമുണ്ട്. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിന്റെ രക്തധമനികളിലൂടെയുള്ള രക്തയോട്ടം ഉറപ്പുവരുത്തുന്നത്, രക്തം ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ചടുലമായി നിലനിർത്തുന്നത്. അഥവാ ഒരു ശരീരത്തിലെ ഹൃദയത്തിന്റെ പാർട്ട് നിർവഹിക്കുന്ന ദൗത്യം എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങൾ ഒരു പ്രദേശത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർവഹിക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരു മസ്ജിദ് വരിക, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം വരിക എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ നന്മയും ആ പ്രദേശത്തിന്റെ വളർച്ചയും ഉറപ്പുവരുത്തുന്നിടത്ത് ആ പ്രദേശത്തിന്റെ ഒരു ഹൃദയമായി മാറുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിലൂടെ സാധ്യമാകേണ്ടത്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന്റെ ഒരു ധർമ്മമാണ് ഐഡിയൽ കൾച്ചറൽ സെന്ററിന് ഈ പ്രദേശത്ത് നിർവഹിക്കേണ്ടത്. ഇത് വന്നതിന്റെ മാറ്റം, ഇത് വന്നതിന്റെ പുരോഗതി, ഇത് വന്നതിന്റെ സ്വാധീനം ഈ പ്രദേശത്ത് മുതിർന്നവരിലും കുട്ടികളിലും സ്ത്രീകളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഇത് അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഇത്തരം ഭവനങ്ങളെ കുറിച്ച് ധാരാളം നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, ഇതുപോലുള്ള ഭവനങ്ങൾ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. അസ്സലാത്തു തൻഹാ ഇന്നസ്സലാത്തു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായിട്ടും നമസ്കാരം നിങ്ങളെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തും, അതിൽ നിന്ന് നിങ്ങളെ തടയുന്നതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അള്ളാഹുവിനെ നന്നായി സ്മരിക്കുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിവുള്ളവനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു പ്രദേശത്ത് ഇതുപോലുള്ള ഭവനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഫഹ്ശായിൽ നിന്നും മുൻകറിൽ നിന്നും തടയുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 5 നേരം നമസ്കരിക്കുന്നവനെ തന്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്ന് 5 നേരം കുളിക്കുന്നവരോട് ഖുർആൻ ഉപമിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്നിരിക്കട്ടെ, ആ നദി എന്ന് പറയുന്നത് അതിൽ നിന്ന് 5 നേരവും നമ്മൾ കുളിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ,
വൃത്തിയുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം ആ കുളി അയാളുടെ അഴുക്ക് ഇല്ലാണ്ടാക്കുന്നു, അതുപോലെ ആത്മസംസ്കരണത്തിന് സാധ്യമാകുന്നതാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഭവനങ്ങൾ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ അതിനപ്പുറത്തുള്ള മാനം ഇസ്ലാമിലുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ചയുടെ നാഗരികതയുടെ അടിസ്ഥാനമാണ് പള്ളി എന്ന് പറയുന്നത്. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നാഗരികത തന്നെ വികാസം പ്രാപിച്ചിട്ടുള്ളത്. മക്ക നമ്മൾ കാണും, മസ്ജിദുൽ ഹറാം നമ്മൾ കാണും. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഭൂമിയിൽ പണിത തൗഹീദിന്റെ ഭവനമാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ആ 4000 വർഷം പഴക്കമുള്ള ഈ വിശുദ്ധ ഗേഹം യഥാർത്ഥത്തിൽ ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, ഒരു ജനതയുടെ കേന്ദ്രമാണ്, ഒരു സമൂഹത്തിന്റെ കേന്ദ്രമാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരു ജനതയെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന കേന്ദ്രമാണ്. മക്ക നഗരം രൂപപ്പെടുന്നത്, മക്ക നഗരം നിലനിൽക്കുന്നത്, മക്ക കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നാഗരികത വികാസം പ്രാപിക്കുന്നത് മസ്ജിദുൽ ഹറാം കേന്ദ്രീകരിച്ചാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ മദീന മസ്ജിദ് എടുത്ത് പരിശോധിച്ച് നോക്ക്. യസ്രിബ് എന്നല്ലേ മദീനയെ കുറിച്ച് പറയാറുള്ളത്? യസ്രിബ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യസ്രിബിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്തതെന്താ? പ്രവാചകൻ ആദ്യം കാല് കുത്തിയെടുത്ത് തന്നെ മസ്ജിദ് ഖുബ ഉയർന്നു പൊങ്ങി. അത് കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ യസ്രിബിലെത്തുമ്പോൾ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശുദ്ധ ഭവനം പടുത്തുയർത്തുകയാണ് ചെയ്തത്. ആ വിശുദ്ധ ഭവനം പടുത്തുയർത്തി പിന്നെ അത് വികാസം പ്രാപിച്ചത് എങ്ങനെയാണ്? മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ നഗരം രൂപപ്പെടുകയാണ്. അത് രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? അത് രൂപപ്പെടുന്നത് മദീനയിൽ നിന്നാണ്, അഥവാ ഒരു മസ്ജിദിൽ നിന്നാണ്. അപ്പോൾ മസ്ജിദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുടനീളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സുന്ദരമായ ഒരു സംസ്കാരത്തെയും സുന്ദരമായ ആശയത്തെയും സുന്ദരമായ സോഷ്യൽ മൂല്യങ്ങളെയും സാമൂഹ്യ മൂല്യങ്ങളെയും അതിന്റെ നാഗരിക ക്രമത്തെയും കെട്ടിപ്പടുക്കുന്നതിന്റെ അസ്ഥിവാരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ മസ്ജിദ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ബഗ്ദാദ്, നിങ്ങൾക്കറിയാം, ബഗ്ദാദ് നഗരം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്. ബഗ്ദാദ് നഗരം ഏതാണ്ട് രൂപപ്പെടുന്നത് മസ്ജിദുൽ മൻസൂർ എന്ന് പറയുന്ന ആ മസ്ജിദിന് ചുറ്റുമാണ്. ഇറാനിലെ ഇസ്ഫഹാൻ നഗരം എന്ന് പറയുന്നത് മസ്ജിദുൽ ജാമിയയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഡമസ്കസിലെ മസ്ജിദ് ഉമയ്യ എന്ന് പറയുന്ന ഇടത്തിൽ നിന്നാണ് ഡമസ്കസ് എന്ന് പറയുന്ന നഗരം, ആ സിറ്റി രൂപപ്പെട്ടു വരുന്നത്. ഡൽഹി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഡൽഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനു ചുറ്റും ഒരു ജനതയുണ്ട്, ഒരു സമൂഹമുണ്ട്, അവരുടെ കച്ചവട കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടേതായ ഒരു നാഗരിക ക്രമം തന്നെ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിശുദ്ധ ഭവനം എന്ന് പറയുന്നത് ആരാധന നിർവഹിക്കുന്ന നിശബ്ദമായ ഒന്നല്ല, മറിച്ച് ഈ പ്രദേശത്തിന്റെ കേന്ദ്രമായി, പ്രദേശത്തിന്റെ ഹൃദയമായി, ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക ഭവനമായി, ഈ പ്രദേശത്തെ സമൂഹത്തെ സ്വാധീനിക്കുന്ന കേന്ദ്രമായി ഇത് മാറേണ്ടതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം അതിന്റെ ധർമ്മം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ കഅബയെ പണിതുയർത്തിയതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? വൈദകാന ഇബ്രാഹിം റബ്ബി ജഅലനാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. പടച്ച റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഇത് നിർഭയത്വമുള്ള ഒരു നാടാക്കി ഇതിനെ മാറ്റണേ എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ആശയമാണ് സമാധാനമുള്ള നാട് എന്ന് പറയുന്നത്. പ്രവാചകൻ അതാണ് പ്രാർത്ഥിച്ചത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഭൂമിയിൽ പണിതുയർത്തുന്ന മസ്ജിദിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്താണ്? പടച്ചോനെ, ഇതിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ എന്നുള്ളതാണ്. സമാധാനം ഇസ്ലാമിന്റെ താല്പര്യമാണ്, നിർഭയത്വം ഇസ്ലാമിന്റെ താല്പര്യമാണ്. രണ്ടാമത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, വിശ്വാസികൾക്ക് നീ പഴങ്ങൾ നൽകണേ, ധാന്യം ഭക്ഷണം നൽകണേ. അള്ളാഹു തിരുത്തി. ചരിത്രത്തിൽ വലിയൊരു തിരുത്താണത്. അള്ളാഹുവിന്റെ റിസ്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, മനുഷ്യർക്ക് മുഴുവൻ റിസ്ക് നൽകണേ എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു കേന്ദ്രം രൂപപ്പെടുമ്പോൾ അത് ആളുകൾക്കുള്ള റിസ്ക്കാണ്, അത് ആളുകൾക്കുള്ള അഭയമാണ്.
അത് ആളുകൾക്കുള്ള തലോടലാണ്, അത് ആളുകളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇടമാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളി, ആ കാലഘട്ടത്തില് നിവേദക സംഘം വന്നത് അവിടെയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ പ്രവാചകൻ ചർച്ച ചെയ്തത് അവിടെ വെച്ചാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇസ്ലാമിന്റേതായ വലിയ വലിയ ആവിഷ്കാരങ്ങൾക്ക് അടിത്തറയായത് ആ പള്ളിയാണ്. അസ്ഹാബു സുഫ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, പ്രവാചകന്റെ പള്ളി മണല് വിരിച്ച പള്ളിയാണ്, ഈത്തപ്പന തകിട് കൊണ്ട് മറച്ച പള്ളിയാണ്, ആകാശം മുട്ട നിൽക്കുന്ന സുജൂദ് ചെയ്താൽ മുഖം കാണുന്ന, നമ്മളെല്ലാവരും പലപ്പോഴും ഇന്ന് കാണുന്ന അത്യാധുനിക സൗകര്യമുള്ള പള്ളിയല്ല. പക്ഷെ ആ പള്ളിയുടെ ഓരത്ത് അസ്ഹാബു സുഫ എന്ന് പറയുന്ന അഥവാ തിണ്ണവാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പാർക്കാനുള്ള ഇടമുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾ ചോദിച്ചാൽ പറയും പള്ളി പോയി പറയാന്ന്. എന്താ അതിന്റെ അർത്ഥം? നടക്കൂലെന്നാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നേരെ വിരുദ്ധാണത്. പള്ളി പോയി പറയാൻ നടക്കൂല എന്നുള്ളതാണ്. പള്ളി പോയി പറയാൻ നടക്കുന്നതാണ്. പടച്ചവനോട് പറയാന്നുള്ളത് മാത്രമല്ല, ആ പള്ളിയുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുമ്പോ അടുത്ത് പറയുന്ന എന്താണ്? ഇത്താവു സക്കാത്ത് എന്ന്. അപ്പൊ പള്ളി ഇഖാമത്തു സ്വലാത്ത് മാത്രമല്ല, പള്ളി ഇത്താവു സക്കാത്ത് കൂടിയാണ്. അഖീമു സ്വലാത്ത് എന്ന് പറയുമ്പോ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറയുമ്പോ ആത്തു സക്കാത്ത എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെല്ലാത്തിനും വിവേചനമാണ്. അപ്പൊ ആ ഒരർത്ഥത്തിൽ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന, സക്കാത്ത് നിർവഹിക്കപ്പെടുന്ന, നോമ്പ് ചിട്ടപ്പെടുത്തുന്ന, സമൂഹത്തെ സംസ്കരിക്കപ്പെടുന്ന കേന്ദ്രമായി നമ്മുടെ ഈ സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഹെയ്റ്റ് ക്യാമ്പയിൻ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടത്തിലാണ്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിന്റേതായ ഒരുപാട് ആസാറുകളെല്ലാം വളരെ അപകടകരമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോധപൂർവമാണ്, അത് യാദൃച്ഛികമായി രൂപപ്പെട്ടതല്ല. ആഗോളതലത്തിലുള്ള പ്രൊജക്ടാണ്. വൻകിട കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലയാണ്. വളർന്നു വരുന്ന ഇസ്ലാമിക നവജാഗരണ പ്രക്രിയയെ തടയിടുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ തന്നെയുള്ള പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാറ്റിനോടും ആളുകൾ മുൻവിധിയോടുകൂടിയോ അതുപോലെ തന്നെ തെറ്റായ പൊതുബോധത്തോടു കൂടിയോ സമീപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അത്തരം ധാരണകളെ തിരുത്തുന്നതായി മാറേണ്ടതാണ്. ഈ നാട്ടിലെ എല്ലാ വൈവിധ്യങ്ങളോടും സംവദിക്കാൻ ഇതുപോലുള്ള കേന്ദ്രങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. എല്ലാ സാമൂഹിക വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചരിത്രത്തിൽ ആദ്യമായി ശക്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനാണ് നമ്മൾ മദീന കരാർ എന്ന് പറയുന്നത്. മദീന കരാറിന്റെ പ്രത്യേകത എന്താണ്? മദീന കരാർ എന്ന് പറയുന്നത് ഏതാണ്ട് 10-50 വരുന്ന ഖണ്ഡികൾ ഉൾക്കൊള്ളുന്ന കരാറാണ്. മനുഷ്യരോടുള്ള ബാധ്യതകളെ കുറിച്ചാണ് മദീന കരാർ പറയുന്നത്. ആ മദീന കരാറിൽ ഏതാണ്ട് 27 ഖണ്ഡികകളും ഇതര മതവിഭാഗത്തോടുള്ള ആ മൈനോറിറ്റിയോടുള്ള അവകാശങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരു പ്രവാചകൻ ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്തി, ജൂതന്മാരെ ചേർത്ത് നിർത്തി, മദീന മസ്ജിദ് കേന്ദ്രീകരിച്ച് ലോകത്ത് തുല്യതയില്ലാത്ത വിധം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി ലോകത്തിന്റെ മുമ്പാകെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നടത്തിയ പ്രഖ്യാപനമാണ് മനുഷ്യാവകാശ കരാർ എന്ന് പറയുന്നത്. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് മദീന മസ്ജിദാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രദേശത്ത് ബഹുസ്വരതയെ ചേർത്ത് നിർത്തുന്ന ഒന്നായിട്ട് ഈ ഭവനം മാറണം എന്നുള്ളതാണ്. ഹൈന്ദവ സുഹൃത്തുക്കളുമായി, ക്രൈസ്തവ സുഹൃത്തുക്കളുമായി, പരിസരവാസികളുമായി, ഇസ്ലാമുമായി തെറ്റായ പൊതുബോധം നിർത്തുന്ന വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെയെല്ലാം ഉണ്ടോ, മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ആ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനിയനായ MLA അഖീൽ സാഹിബുണ്ട്, അവരൊക്കെ സംസാരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പള്ളി വന്നാൽ പോരാ, പള്ളി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. നമ്മുടെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകണം. നമ്മുടെ കുട്ടികളുടെ ലൈഫിനെ സ്വാധീനിക്കണം. കൗമാരപ്രായക്കാരെ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മനഃശാസ്ത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. ശാസനയുടെ രൂപത്തിലല്ല, ചേർത്ത് നിർത്തുന്ന സ്വഭാവത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യൗവനത്തെ നമ്മൾ
അഡ്രസ് ചെയ്യാൻ വൈകിയിരിക്കുന്നു എന്നതാണ് കുറച്ചു കാലങ്ങൾക്ക് ഇടയിൽ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ നമ്മോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഞാൻ പറയേണ്ടതില്ല. കഴിഞ്ഞ ദിവസമാണ് 6 മനുഷ്യജീവൻ ഒരു ചെറുപ്പക്കാരന്റെ കരങ്ങളാൽ യഥാർത്ഥത്തിൽ പിന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്താണ്. അവനെക്കുറിച്ച് അവന്റെ അനുഭവം പറയുന്ന ആളുകൾ അവനെക്കുറിച്ച് യാതൊരു കുഴപ്പവും പറയുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവന് ഭ്രാന്താകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ലിബറലിസത്തിന്റെ എല്ലാ മരുന്നും ഇന്ന് മനുഷ്യന് അവൈലബിൾ ആണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സെക്സ്, ഡ്രഗ്സ്, വയലൻസ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. എനിക്ക് ആസ്വദിക്കാം, എനിക്ക് അനുഭവിക്കാം, എനിക്ക് എന്തും ചെയ്യാം എന്നത് തിയറിയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പ്, എന്റെ ശരീരം എന്റെ ചോയ്സ് എന്നുള്ളതാണ്. നമ്മളെന്താ പഠിപ്പിച്ചത്? നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എന്താ? സിറ്റാബിന്റേതാണ് ശരീരം. ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് സിത്താവാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉടമ അള്ളാഹുവാണ്. എനിക്ക് തോന്നിയതുപോലെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അഫ്റൈത മൻ ഇത്തഖദ ഇലാഹു ഹവാഹു അഫഅൻത തകൂന അലൈഹി വക്കീല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അതാണ് പറയുന്നത്. അങ്ങനെ ദേഹേച്ഛക്കനുസരിച്ച് ഒഴുകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെ ഒഴുകാൻ അനുവദിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു പ്രവണതക്കകത്താണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കിടയിലല്ല അവർ ജീവിക്കുന്നത്. നിങ്ങൾ രക്ഷിതാക്കൾ വീട്ടിലെത്തുന്നത് വൈകിയാണ്. രക്ഷിതാക്കളിടയ്ക്കൽ കുട്ടികളും വൈകിയാണ് വീട്ടിൽ നിൽക്കുന്നത്. അവർ ഇടപഴകുന്ന മേഖല, അവർ കാണുന്ന സോഷ്യൽ മീഡിയ, അവർ പഠിക്കുന്ന കലാലയം, അവർ ചെന്നെത്തുന്ന കൂട്ടുകെട്ട്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് ഞാൻ എന്നോട് ക്ഷമിക്കണം. ഞാനും ഒരു അധ്യാപകനാണ്. ഗുരുവര്യന്മാരെന്ന് പറഞ്ഞാൽ ദൈവവും അതുപോലെ തന്നെ പ്രവാചകനും അതുപോലെ തന്നെ മാതാപിതാക്കളും കഴിഞ്ഞാൽ നമ്മൾ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ എന്റെ അടുത്ത് എന്റെ മകൾ വന്നിട്ട് ചോദിച്ചു ആയിഷ ബീവിയുടെ കല്യാണ പ്രായത്തെ കുറിച്ച്. ഒരു ഘട്ടത്തിൽ മോൾ എന്നോട് വന്ന് ചോദിച്ചു, ഒരു കോളേജിലാണ് പഠിക്കുന്നത്, ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിലാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ചാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ അനന്തരാവകാശത്തെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എവിടുന്നാ ഈ ചോദ്യം കിട്ടിയത്? പറഞ്ഞു ഞങ്ങളെ മാഷി ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പഠിച്ചു നോക്കുമ്പോ 4 അധ്യാപകർ അവിടെ നവനാസ്തികരാണ്. ആ നവനാസ്തികര് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിലെ സിലബസ് മാത്രമല്ല, ഈ ആശയത്തെ കൂടി കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു കലാലയത്തിന്റെ കവാടത്തിൽ നഗ്നമായി ആണും പെണ്ണും ഇണചേരുന്ന ഫോട്ടോ ബാനറിൽ തൂക്കിയിട്ട് അടിയിൽ എഴുതി വെച്ചതെന്താ? നിങ്ങൾക്ക് കാണുമ്പോൾ നാണം തോന്നുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾ നാണിക്കുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടായത് എന്ന് കുട്ടികളോട് പറയാൻ, അത് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഉദാര ലൈംഗികതയെ, ഈ ഒരു അർത്ഥത്തിൽ മദ്യത്തെ, നാർക്കോട്ടിക്കിനെ, അതോടൊപ്പം തന്നെ നവനാസ്തികതയെ, മതനിരാസത്തെ എല്ലാ അർത്ഥത്തിലും വളർന്നു വരുന്ന തലമുറയിലേക്ക് വളരെ ബോധപൂർവമായി ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ പൊരുതി നിന്നതാണ്. പക്ഷെ പൊരുതി നിന്നതിന് ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് നിർമ്മിക്കുവാൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ രാജ്യത്തെ ഒരു NGO അതിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ആ NGO ഇത്തരം ജെൻഡർ യൂണിറ്റുകളിൽ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിറ്റുകളിൽ കൊടുക്കുന്ന കൈപുസ്തകം ഞാൻ വായിച്ചു. ആ കൈപുസ്തകത്തിൽ ആ കുട്ടികളോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്. ആർത്തവ സമയത്തുള്ള പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച്, ലൈംഗിക താല്പര്യം പൂർത്തീകരിക്കാനുള്ള വ്യത്യസ്തമായ വഴികളെ കുറിച്ച്, ആ വഴികളിൽ എല്ലാ ധാർമ്മികമായ വഴികളും സജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രിന്റ് ചെയ്ത് ഗവൺമെന്റിന്റെ ചിഹ്നത്തോടു കൂടി കൈപുസ്തകം കൊടുത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ഇത് സൗധമായി മാറാൻ പാടില്ല, ഇത് കെട്ടിടമായി മാറാൻ പാടില്ല, ഇത് നിശബ്ദമായ ഒരു കേന്ദ്രമായി മാറാൻ പാടില്ല, ഇത് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി മാത്രമായി മാറാൻ പാടില്ല. ഈ പ്രദേശത്തെ നവനാസ്തികതയെ തടയിടാൻ, ഈ പ്രദേശത്തെ ലിബറലിസത്തെ തടയിടാൻ, ഈ പ്രദേശത്ത് നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കൗമാരക്കാരിൽ നാമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തിന് അറുതി വരുത്താൻ, നാളെയെങ്കിലും ഒരു കൊച്ചുകുട്ടി നാർക്കോട്ടിക്കിന് അടിപ്പെട്ട് സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെയും കയ്യിലെ അടുക്കിലേക്ക് മടവാളുമായി കടന്നു ചെല്ലുന്ന സാഹചര്യത്തെ തടയിടാൻ. നിങ്ങൾ കണ്ടില്ലേ, മലബാറിലാണല്ലോ അർബുദം ബാധിച്ചു മകനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മാന്റെ അടുത്തേക്ക് ആ മകൻ വരുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മൂർച്ചയേറിയ മടവാള് വാങ്ങിയിട്ടാണ്. കഴുത്ത് ശരീരത്തിൽ നിന്ന് വേർപെട്ടു എന്ന് അറിഞ്ഞിട്ടാ അവൻ തിരിച്ചു പോരുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ആ ഉമ്മയും ആ മകനും ചേർന്ന് നിൽക്കുന്ന, കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ഫോട്ടോകളാണ്. ആ മകന് ഉമ്മാനോട് മുഹബത്തില്ലാത്തത് കൊണ്ടല്ല, ആ ഉമ്മയെ ആ മകൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യത്തിനപ്പുറം നാർക്കോട്ടിക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സമനിലകളെയും തെറ്റിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു
കുട്ടികളെ കുറിച്ച് നമുക്ക് നല്ല ജാഗ്രത വേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത് അവിടെ നിന്നും തുടങ്ങുന്നു ചോദിച്ചാൽ കൊച്ചു പ്രായത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പോകുന്ന വഴി മാത്രം നമുക്ക് ധാരണയുള്ളൂ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന അത്ര വഴി മാത്രമേ ധാരണയുള്ളൂ. ഇന്നത്തെ കുട്ടി നമുക്കറിയാം ആൽഫ ജനറേഷൻ കഴിഞ്ഞ് ബീറ്റ ജനറേഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടി പറന്നു വീടുന്നത് തന്നെ ലോകത്തിന്റെ അനന്ത സാധ്യതകളിലേക്കാണ്, AI ടെക്നോളജിയിലേക്കാണ്. നമുക്കറിയാം AI ടെക്നോളജിയുടെ പ്രത്യേകത എന്താണ് എന്ന്. ഓരോരുത്തരുടെയും അൽഗോരിതം മനസ്സിലാക്കിയിട്ട് മാർഗനിർദ്ദേശം നൽകാൻ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഡിവൈസ് തന്നെ മതിയായതാണ്. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ജനിക്കുന്ന കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടേതായ വഴിയിലൂടെ നടത്തുക എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ തന്നെ ഒരുപാട് ആലോചിക്കേണ്ട കാലഘട്ടമാണ് ഈ ഒരു പുതിയ തലമുറയെ. അഥവാ അവരുടെ നമുക്കറിയാം ചെറിയ കുട്ടികൾക്കും അടങ്ങിയിരിക്കാൻ മൊബൈൽ മതി, മുതിർന്നവർക്കും അടങ്ങിയിരിക്കാൻ മൊബൈൽ മതി, കൊച്ചുകുട്ടികൾക്കും അടങ്ങിയിരിക്കാൻ മൊബൈൽ മതി. വിരൽത്തുമ്പിൽ അവർ അവരുടേതായ ലോകത്തേക്ക് അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ നാം ഇനിയും മറുവിദ്യാഭ്യാസം, ഇനിയും നമ്മുടെ കുട്ടികളോടുള്ള അപ്രോച്ച്, നമ്മുടെ അധ്യാപന രീതിയിൽ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ, ഞാൻ പറയുന്നു ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ തന്നെ നമ്മൾ ഇനിയും പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മദ്രസ പാഠപുസ്തകത്തിൽ നമ്മുടെ പഴയ ബോധന രീതി മതിയാവുകയില്ല, പഴയ ഉള്ളടക്കം മതിയാവുകയില്ല. നമ്മുടെ കുട്ടികൾ ലിബറലിസത്തിന്റെ ചതിക്കുഴികൾ, നമ്മുടെ കുട്ടികൾ നവനാസ്തികതയുടെ മുന്നിൽ നിന്ന് ഉയരുന്ന ചോദ്യശരങ്ങൾ, നമ്മുടെ കുട്ടികൾ തൗഹീദിനെ എതിരെ ഉയർന്നു വരുന്ന ചോദ്യശരങ്ങൾ, നമ്മുടെ കുട്ടികൾ ദൈവാസ്തികത്തിനെതിരെ ഉയർന്നു വരുന്ന ചോദ്യശരങ്ങൾ വരുമ്പോൾ പൂസാതെ വളരെ ഭംഗിയായിട്ട് അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. നമസ്കാരത്തിന്റെ ശർത്തും ഫർളും പഠിപ്പിച്ചത് കൊണ്ട് ഈ കുട്ടികളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വളരെ വ്യാപകമാണ് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്കിൽഡായ കഴിവുള്ള ആളുകളുടെ ഓറിയന്റേഷനോട് കൂടിയാണ്, മതിപ്പ് തോന്നുന്ന സ്വഭാവത്തിലാണ്. ട്രെയിൻഡ് അല്ലാത്ത അധ്യാപകർ മദ്രസയിൽ പഠിപ്പിക്കുകയും ട്രെയിൻഡായ സ്കിൽഡായ എക്സ്പേർട്സ് ആയ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയുള്ള കുട്ടികൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന മതവിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം, മതപഠനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം, മതകേന്ദ്രങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. എന്തിനാണ് പള്ളി, എന്തിനാണ് മദ്രസ, എന്തിനാണ് ഐഡിയൽ പോലുള്ള കൾച്ചറൽ സെന്ററുകൾ എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിലെ ജാഹിലിയത്തിനെ തിരിച്ചറിയാനും ആ കാലഘട്ടത്തിലെ ജാഹിലിയത്ത് ഒരുക്കുന്ന ചതിക്കുഴികളെ മനസ്സിലാക്കാനും അതത് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കാലോചിതമായ ഭാഷയിലും ശൈലിയിലും അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകാനുമാണ്. അതിൽ ഭദ്രമല്ല കാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം, സേഫ് അല്ല ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടുന്ന മതസംഘടനകൾ മത്സരമൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നിടത്ത് നിന്ന് കുറച്ച് സമയം ഒരുമിച്ച് നിന്ന് ഈ കമ്മ്യൂണിറ്റിയെ അള്ളാന്റെ മാർഗത്തിലും ദീനിന്റെ മാർഗത്തിലും മൂല്യങ്ങളുടെ മാർഗത്തിലും നിലനിർത്തുന്നിടത്ത് നമ്മുടെ കയ്യിലുള്ള മരുന്ന്, നമ്മുടെ കയ്യിലുള്ള ടൂൾസ്, നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ്, നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബോധന രീതി, നമ്മുടെ കയ്യിലുള്ള അധ്യാപകർ മതിയാകാതെ വന്ന കാലഘട്ടത്തിലാണ്, നമ്മൾ പഠിച്ചത് മതിയാകാതെ വന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെക്കാൾ പഠിച്ച കുട്ടികളെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കാനുള്ള കേന്ദ്രം കൂടിയായിട്ട് ഈ കേന്ദ്രം മാറുന്നു. ആ അർത്ഥത്തിൽ ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി, നൂറായി, വിളക്കുമാടമായി, ഹൃദയമായി ഈ സംവിധാനം മാറട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നാടിനെ സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. അൽഹംദുലില്ലാഹി.